തെങ്കാശിയിലേക്ക് ട്രിപ്പ് പോയ സമയത്താണ് ഞങ്ങൾ സുന്ദരപാണ്ഡിപുരം പോകുന്നൊരു പ്ലാൻ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരപാണ്ഡിപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഭവമാണ് സൂര്യകാന്തി പൂക്കൾ. എന്നാൽ സൂര്യകാന്തി മാത്രമല്ല അവിടെ കൃഷി ചെയ്യുന്നത്, കുറേ ഏക്കറിൽ ഇതേപോലത്തെ സവാള കൃഷിയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല തക്കാളി ആയാലും നിലക്കടലയായാലും പരുത്തിയായാലും ഈ എല്ലാ കൃഷിയും നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനും പറ്റും. ഒരു കാർഷിക ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് സുന്ദരപാണ്ഡിപുരത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സൂര്യകാന്തിയെ കണ്ടിട്ട് വെളിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ വേറെ ഹോട്ടൽസ് ഒന്നും ഇല്ലാന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത്, ഓൾഡ് ബൈ ബിരിയാണി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറിയ കട, അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അവിടുത്തെ മെയിൻ ഐറ്റമാണ് ഈ കാണുന്ന പക്ക തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. അതുമാത്രമല്ല നല്ല മുട്ട കലക്കിയും പൊറോട്ടയൊക്കെ ഉണ്ട്. സുന്ദരപാണ്ഡിപുരത്ത് തന്നെയാണ് ഈ ഒരു ചെറിയ കട ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാഴ്സലും മേടിച്ച് വെളിയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ചൂടോടെ കഴിക്കാത്തതുകൊണ്ടായിരിക്കും വലിയൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല. എന്നാൽ തമിഴ്നാട് ബിരിയാണി ആയതുകൊണ്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് വൈകിട്ടായപ്പോൾ നമ്മൾ ബോർഡർ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്തിൽ പോയായിരുന്നു. പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബോർഡർ ചിക്കൻ കഴിക്കുന്നത്. എന്നാൽ ആ ഒരു ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നാട്ടുകോഴി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നാൽ പല സ്ഥലത്തു നിന്നും ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്.